സോ ഗൈസ് SSC CGL ഫസ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ് എക്സ്പീരിയൻസ്. PSC അങ്ങനെ നിയമനമൊന്നും നടക്കുന്നില്ല. എന്നാൽ പിന്നെ SSC പഠിക്കാന്ന് വിചാരിച്ചിട്ട് SSC ക്ലാസ്സിന് പോയി ചേർന്നു. SSC ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ അല്ല, ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, സെക്കൻഡ് ഡേ ആണ് ക്ലാസ് എടുത്ത് തുടങ്ങിയത്. ബേസിക് മാത്സ് ആണ് ക്ലാസ്. ആക്ച്വലി എനിക്ക് മാത്സിൽ ബാക്ക്ഗ്രൗണ്ട് വളരെ കുറവാണ്. കാരണം ഞാൻ +2 പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണ്, ഡിഗ്രി പഠിച്ചത് BA ഹിസ്റ്ററി ആണ്. രണ്ടിലും മാത്സ് ഇല്ലല്ലോ. എക്കണോമിക്സ് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിൽ നമുക്ക് തിയറി പഠിച്ചാലും ജയിക്കാൻ പറ്റും. അതുകൊണ്ട് അതും വലിയതൊന്നുമില്ല. പിന്നെ എനിക്ക് 10ാം ക്ലാസ്സിന് മാത്സിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. 10 കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാത്സിനെ വിടുകയും ചെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ബേസിക് മാത്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ ബേസിക് ഒന്നല്ല, നമ്മൾ കിളി പോയി ഇരിക്കുക പറയല്ലേ, അതായിരുന്നു എൻ്റെ അവസ്ഥ. അന്ന് ഞാനിങ്ങനെ കിളി പോയി ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുകയാണ്. രാവിലത്തെ സെക്ഷൻ 9:30 തൊട്ട് 12:30 വരെ, ആ ടൈം ഫുള്ള് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. എന്തോ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 1:30 തൊട്ടിട്ട് 4:30 വരെ അടുത്ത സെക്ഷൻ. അതിലും സെയിം സിറ്റുവേഷൻ തന്നെ. നമ്മളൊരു പാട്ടില്ലേ, കാണാത്ത ലോകത്ത് ചെന്ന പോലെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ആ ഒരു സിറ്റുവേഷൻ തന്നെ. ഞാൻ ഇതുവരെ വേറെ ഏത് ക്ലാസ്സിൽ എഴുതാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് പൊതുവെ മനസ്സിലാവാറുണ്ട്. പക്ഷെ ഇവിടുന്ന് എനിക്ക് ഒരു തെളിവ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനാണ് കിളിവോ ഇങ്ങനെ നിൽക്കുക. ചുറ്റുമുള്ളവരൊക്കെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. കുറെ ആൾ PG കഴിഞ്ഞ് വന്നവരുണ്ട്, BSc മാത്സ് എടുത്തവരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേര് ക്ലാസ്സിലുണ്ട്. ക്ലാസ്സിൽ എല്ലാവരും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല, ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേര് ആൾക്കാർ ക്ലാസ്സിലുണ്ട്. അപ്പൊ ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞത്. പിന്നെ എനിക്ക് മാത്സിന്റെ ABCD എനിക്ക് അറിയില്ല. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊക്കെ അറിയാം കേട്ടോ. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന മാത്സ് ഒക്കെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനെയല്ല, 4-5 ബ്രാക്കറ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ചോദിക്കുന്നത്. സോ എനിക്ക് ഏകദേശം മനസ്സിലായി, ഇതെന്നെ കൂടെ നടക്കുന്ന കേസല്ല. അപ്പൊ എന്റെ അടുത്തൊരു കൊച്ചിരിക്കുന്നുണ്ട്, ഒരു പെൺകൊച്ചിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ വന്നപ്പോൾ പക്ഷെ പരിചയപ്പെട്ട് വന്നപ്പോൾ എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. ഞാൻ പഠിച്ച കോളേജിൽ അവളെ സൂപ്പർ സീനിയർ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു, ഈ SSC എനിക്ക് നടക്കുന്ന കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്. പക്ഷെ അവള് കുറെ മോട്ടിവേഷൻ തന്നു. ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് മാത്സിന്റെ ഒരു ഇത് അറിയാത്തോണ്ടായിരിക്കും, ചിലപ്പോൾ മാത്സ് പഠിക്കാത്തോണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറെ മോട്ടിവേഷൻ ഒക്കെ തന്നു. ഞാനോട് പറഞ്ഞു, അടുത്ത ക്ലാസ്സോട്ട് ഞാൻ ചിലപ്പേ വരൂ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലെ. കിളി പോയിരിക്കാന്നൊക്കെ പറയാം, കറക്റ്റ് അത് തന്നെ. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ പൊതുവെ എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിലാവാറുണ്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ. പക്ഷെ ഇത് ഞാൻ ഈ ഒരു ഇരിപ്പ് തന്നെ, ഒരു ഫുൾ ഡേ ഈ ഒരു ഇരിപ്പ് തന്നെ. സോ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് വേറൊരു ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്, നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇത് എന്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും ഇങ്ങനെ നല്ലപോലെ അവിടെ നിന്ന് പഠിക്കുന്നവരുണ്ട്. സോ എനിക്ക് തോന്നിയതാ, എന്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. എനിക്ക് മാത്സ് അറിയാത്തതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മാത്സിനെ കംപ്ലീറ്റ് ആക്കി ഒഴിവാക്കി, കരിയറിൽ തന്നെ ഒഴിവാക്കി. അതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചുകൂടി എന്താ പറയാ, കുറച്ചുകൂടി എഫോർട്ട് ഇട്ട് പഠിച്ചാൽ ചിലപ്പം പറ്റുകയൊക്കെ ചെയ്യും. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മാത്സ് എനിക്കൊന്നും അത് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ് മാത്സ്. പണ്ടും അതെ, ഇപ്പോൾ അതെ, ഒരു മാതിരി. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇത് എന്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്, മറ്റുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ ആരെയും ഇത് ഇപ്പൊ കുറ്റം പറയും കാര്യങ്ങളൊന്നല്ല. സോ ക്ലാസ്സൊക്കെ ഒരു വരെയൊക്കെ എടുക്കുന്നുണ്ടാവും, എനിക്കറിയില്ല, ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. സോ എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് എനിക്ക് സംഭവിച്ചിട്ടില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.